ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 8 ശ്ലോകം 13. അസ്മിൻ പരാത്മന്നുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണോ ശ്രീഹരേ നമ. നനു പരാത്മൻ വാതാലയവാസ വിഷ്ണു, പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു. അസ്മിൻ പാത്മകൽപ്പേ, ഈ പാത്മകൽപ്പത്തിൽ ഇത്തം ഉത്ഥാപിത പത്മയോനിഹി, ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അനന്തഭൂമ അപരിച്ഛിന്ന മാഹാത്മ്യശാലിയുമായ അവിടുന്ന് മമരോഗരാശി നിരുന്ധി, എൻ്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും ഭഗവാനെ വാദാദികളായ ബാഹ്യരോഗങ്ങളുടെയും രാഗാദികളായ ആഭ്യന്തര രോഗങ്ങളുടെയും നിവാരണമാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്നത്. ഭാഗവതം 3ാം സ്കന്ധ 8ാം അധ്യായത്തിൽ 10 മുതൽ 15 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഈ ദശകത്തിന് ആസ്പദമായിട്ടുള്ളത്. ഭാഗവതത്തിൻ്റെ സംഗ്രഹണത്തെക്കാൾ വിപുലമാണ് ഈ ദശകത്തിൽ കാണുന്ന. ഭഗവാനോട് സർവരോഗം മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പരാർത്ഥമൂർത്തിയും ഗുരുവായൂരിൽ വസിക്കുന്നവനുമായ ഭഗവാനെ, ആ പത്മയോഗത്തിൽ അങ്ങയാൾ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവോടുകൂടി അനന്തമായ മാഹാത്മ്യങ്ങളെ സ്ഥിതി ചെയ്യുന്ന അങ്ങ് എൻ്റെ രോഗപീഠകളെയും അതുപോലെ രാഗാദിദോഷങ്ങളെയും എല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകണമേ. തിരുനാമം ഉച്ചരിക്കണമെങ്കിൽ എനിക്ക് അവിടുത്തെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഈ രോഗങ്ങളൊന്നും ഒരു പ്രശ്നമാവുന്നില്ല. അവിടുത്തെ തിരുനാമം ജപിക്കുവാനും അവിടുത്തെ ഓരോ നിമിഷവും മനസ്സിൽ കണ്ട് ഓർമ്മിക്കുവാനും പാടുവാനും ഉള്ള ഭാഗ്യം അടിയങ്ങൾക്ക് തരണമെങ്കിൽ രോഗപീഠാദികളിൽ നിന്നും രാഗദ്വേഷാദികളിൽ നിന്നും ഞങ്ങളെ ഒന്ന് മാറ്റി അതെല്ലാം തടഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം സമാപ്തമാകുന്നത്. 13ാം ശ്ലോകം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. രോഗത്താൽ മൂർച്ഛിതർക്ക് ഈ ശ്ലോകം 9 ദിവസം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.